ഇത് ഹെവൻസ് ഗേറ്റ്. 1972 മാർഷൽ ആപ്പിൾ വൈറ്റ്, ബോണി നെറ്റിൽസ് എന്ന 2 പേരാണ് ഈ മതം ഉണ്ടാക്കിയത്. അടിസ്ഥാനപരമായിട്ടിത് ബൈബിളാണ്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സയൻറ്റിഫിക് ഫിക്ഷൻ, UFO കോൺസ്പിറസി, ഇങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ അതിൻ്റെ കൂടെ കൂടിച്ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇങ്ങനെയുള്ള സംഭവമൊക്കെ ഉള്ളത് കൊണ്ട് ഇതിൻ്റെ അകത്ത് സയൻറ്റിഫിക് ഫിക്ഷൻ എന്നൊക്കെ കുറേ കാര്യങ്ങൾ കേട്ടപ്പോൾ ഇവർ വിചാരിച്ചു ഇത് ഞങ്ങളുടെ മതം കുറേ കൂടി ശാസ്ത്രീയമാണ് എന്ന് പ്രചരിപ്പിച്ചു. അതേപോലെ തന്നെയാണ് മറ്റൊന്ന് UFO കോൺസ്പിറസി. എല്ലാ മതവിശ്വാസിയും ഓരോ UFO വിശ്വാസിയാണ്. കാരണം അവർ പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ജീവിതം കഴിയുമ്പം വേറെ ഒരു സ്ഥലത്ത്, അവിടെ ഈതയിൽ ആൽക്കഹോളും ചിയർ ഗേൾസും ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ കിടന്ന് തുള്ളിച്ചാടുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നേരെ പുറത്തെ പോയവർക്ക് കുറച്ച് ദിവസത്തേക്ക് വേറെ എങ്ങോട്ടേലും പോകാൻ മേലേ. അതാണല്ലോ നമ്മൾ UFOs എന്ന് പറയുന്നത്. മറ്റ് പ്ലാനറ്റിലുള്ളവർ വേറെ പ്ലാനറ്റിലേക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ അവതരിപ്പിച്ചതുകൊണ്ട് ഇതിന് വലിയൊരു പ്രാധാന്യം കിട്ടി. ഇദ്ദേഹം ബൈബിളിൻ്റെ അകത്തുനിന്നൊരു സംഭവം എടുത്തു. അത് വെളിപാട് പുസ്തകം 11-ാം അധ്യായം 3-ാം വാക്യം. അതിങ്ങനെയാണ് പറയുന്നത്: 1203 വർഷം നിങ്ങളോടൊപ്പം താമസിച്ച് പ്രവചനം നടത്താൻ ഞാൻ എൻ്റെ 2 പ്രവാചകന്മാരെ അയക്കുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇത്രയും വർഷം ഇവിടെ പ്രവചനം നടത്താൻ ഏതെങ്കിലും പ്രവാചകൻ വന്നിട്ടുണ്ടോ? ഇല്ല, ഞങ്ങളാണ് ആ പ്രവാചകന്മാർ. അതിന് തെളിവ് ഞങ്ങൾ അത്രയും വർഷം ഇവിടെ ഉണ്ടായിരിക്കും, അത് തന്നെ തെളിവ്. അപ്പോൾ ഇങ്ങനെ അവർ പള്ളിയിലൊക്കെ കുറച്ചാളൊക്കെ ആയിട്ട് കൂടി ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അവരുടെ പള്ളിയിൽ നിന്ന് ഒരു ദിവസം 20 പേര് അപ്രത്യക്ഷമായി. അപ്പോൾ ഇവർ പറഞ്ഞ് അവരെ നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു. അവരെ പിന്നീട് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ വേറൊരു സ്ഥലത്ത്, അജ്ഞാത സ്ഥലത്ത് പാർപ്പിച്ചിരിക്കുന്നതായിട്ടും കണ്ടെത്തി. പക്ഷേ ഇതൊന്നും വിശ്വാസികൾക്ക് പ്രശ്നമല്ല. കാരണം ഒരിക്കൽ വിശ്വാസം വേര് പിടിച്ചാൽ കഴിഞ്ഞാൽ അതിനെ വളർത്തേണ്ട ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള മറ്റൊരു സംഭവം എന്ന് പറയുന്നത്, ഈ ലോകം അവസാനിക്കാൻ പോവുകയാണ്, അതിനു മുമ്പെല്ലാം സംഭവമെല്ലാം ശരിയാക്കണം എന്നായിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞ മനുഷ്യൻ എന്ന് പറയുന്ന ആത്യന്തികമായിട്ടുള്ളൊരു സംഭവമൊന്നുമല്ല, അതിന് അപ്പുറത്തായിട്ട് എബോവ് മാൻ എന്ന് പറയുന്ന മറ്റൊരു അവസ്ഥയുണ്ട്. അത് ഭൂമിയിലല്ല, അതൊരു മറ്റൊരു പ്ലാനറ്റിലാണ്. അവിടെ പോയാൽ പിന്നെ ഒരിക്കലും നമ്മൾ മരിക്കില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മരിക്കുക എന്നുള്ളത് മനുഷ്യനെല്ലാം പേടിയുള്ള കാര്യമാണ്. എല്ലാ കാലവും ജീവിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ ആളുകളൊക്കെ കുറച്ച് സംശയത്തോടെ ചോദിച്ചു, ഇത് വല്ലതും നടക്കുന്നതാണോ? അവർ പറഞ്ഞു, ഞങ്ങൾ അതിൻ്റെ ആദ്യത്തെ ഡെമോൺസ്ട്രേഷൻ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഞങ്ങളുടെ മതത്തിൻ്റെ ഈ പ്രാർത്ഥനകളും സംഭവം എല്ലാം പാസ്സായ 39 പേരെ അതിന് തിരഞ്ഞെടുത്തു. അങ്ങനെ 1997 മാർച്ച് 19-ാം തീയതി അവർ ഈ ഡെമോൺസ്ട്രേഷൻ നടത്താനായിട്ട് തീരുമാനിച്ചു. 39 പേര് പ്രത്യേക വസ്ത്രമൊക്കെ ധരിച്ചു. അവരുടെ പോക്കറ്റിൽ $5.75 കരുതി. എന്തിനാണ് ഈ $5.75 എന്ന് നമ്മൾ ആലോചിക്കും. അതായത് ഈ ശരീരത്തിൽ നിന്നും ആത്മാവിനെ അങ്ങ് വേർപെടുത്തുമ്പം ഈ ആത്മാവിനെ കയറ്റിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് ഷിപ്പ് വരും. അതിൻ്റെ വണ്ടിക്കൂലിയാണ് $5. അല്ല, നിങ്ങൾ തമാശ അല്ല, ഇത് നിങ്ങൾ നോക്കിക്കോ, ഇത് യഥാർത്ഥത്തിൽ നടന്ന സംഭവമാണ്. പിന്നെ 75 സെൻറ്റ്, അതായത് നിങ്ങൾ ഇവിടുന്ന് പോയി കഴിയുമ്പം മറ്റേ പ്ലാനറ്റിൽ എത്തിക്കഴിയുമ്പം നിങ്ങൾക്ക് 3 പ്രാവശ്യം ഇങ്ങോട്ട് ഫോൺ ചെയ്യാനുള്ള സൗകര്യമാണ്. അതിൻ്റെ പൈസയാണ് 75 സെൻറ്റ്. ഇത് കേട്ടാൽ ഏത് കട്ട വിശ്വാസിയും തല കുത്തി കിടന്ന് ചിരിക്കും. കാരണം എല്ലാ വിശ്വാസികളുടെയും അവരുടെ യുക്തിബോധം എന്ന് പറയുന്നത് അവനവൻ്റെ മതത്തിൽ ഒഴികെ മറ്റുള്ളയിടത്തും പ്രവർത്തിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് മനുഷ്യൻ്റെ യുക്തി. അവനവൻ്റെ മതത്തിൻ്റെ കാര്യത്തിൽ ഒന്നും നടക്കില്ല. എന്തായാലും ഈ സ്പേസ് ഷിപ്പ് അവിടുന്ന് പുറപ്പെട്ടു. ആളെ കയറ്റാനായിട്ട് ഇപ്പോൾ വരുമ്പോഴേ ചാടിക്കയറണം. അതുകൊണ്ട് ആത്മാവിനെ വേർപെടുത്തണം. അതിനുവേണ്ടി തലയിലൂടെ ഒരു പ്ലാസ്റ്റിക് കവർ കയറ്റി കഴുത്തിന് ചുറ്റും ഉറപ്പിച്ച് ആസ്ഫിക്സിയേഷൻ നടപ്പാക്കി. എന്തായാലും ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല. പിറ്റേ ദിവസം അമേരിക്കയുടെ 39 ഡെഡ് ബോഡികളായിരുന്നു. ഇത് നടന്ന സംഭവമാണ്.